പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ ദൈവം മനുഷ്യനെ വിളിച്ചു. ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്നു അതുതന്നെയാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന്. ഓരോ പ്രഭാതവും വിളിച്ചോതുന്ന സത്യവും മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലുണ്ട് എന്നതാണ്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നമ്മൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൂടെ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിന് നിറവും പുതിയൊരു ചൈതന്യവും നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രത്യേകമായി ഇന്ന് നാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇന്നത്തെ നിയോഗമായി പ്രിയപ്പെട്ടവരെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തിരുസഭയിൽ ദൈവജനത്തിനു വേണ്ടി ലോകത്തിലുള്ള സകലർക്കും വേണ്ടി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയിൽ നിറയപ്പെടുവാനായി അവരെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മിൽ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് നല്ല പ്രേരണകൾ നമുക്ക് നൽകണം. വചനം സ്വീകരിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ ഈശോയുടെ വചനം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 37:1 മുതൽ വചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 37:1 മുതൽ. ദുഷ്ടരെ കണ്ടു നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദുഷ്ടരെ കണ്ടു നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: ദുഷ്ടരെ കണ്ട് നീ അസൂയപ്പെടേണ്ട എന്ന്. മറ്റുള്ളവരെ കണ്ട് അസൂയ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദുഷ്ടനാണെങ്കിൽ പോലും, ദുഷ്ടതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയോട് പോലും അസൂയപ്പെടേണ്ട കാര്യമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുക. കാരണം അസൂയ എന്നത് ജീവിതത്തെ തകർക്കുന്ന ഒരു തിന്മയാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. അത് അവൻ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. പുല്ലുപോലെ ഉണങ്ങിപ്പോയി സസ്യം പോലെ വാടുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ ദുഷ്ടത അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിലെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കി കളയുന്ന ഒരു തിന്മയാണത്. അപ്പോൾ ഈ ദുഷ്ടരെ കണ്ടുകൊണ്ട് നാം അസൂയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെ ഫലമില്ലാത്തതായി തീരും എന്നൊരു സന്ദേശവും ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും പരിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെയധികം പ്രാവശ്യം ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-ാമത്തെ തിരുവചനം: പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനോട് സൗമ്യമായി സംസാരിക്കുവാനോ പെരുമാറുവാനോ അവർക്ക് കഴിഞ്ഞില്ല. അവർ അവനെ വെറുത്തു എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അസൂയ മനുഷ്യ മനസ്സിനെ അന്ധമാക്കുന്ന ഒരു നിഷേധാത്മകമായ വികാരമാണ്. അസൂയ മനുഷ്യ മനസ്സിനെ അന്ധമാക്കുന്ന നിഷേധാത്മകമായ ഒരു വികാരമാണ്. അപ്പോൾ ഈ നിഷേധാത്മകമായ വികാരം അതൊരിക്കലും ഒരു പോസിറ്റീവല്ല, അതൊരു നെഗറ്റീവാണല്ലോ. ആ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറപ്പെടുന്ന അതിൻ്റെ ഫലവും നെഗറ്റീവായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന അതിൻ്റെ ഫലവും നിഷേധാത്മകമാണ്. അതൊരിക്കലും പടുത്തുയർത്തുന്നതല്ല, അത് തകർത്ത് കളയുന്നതും നശിപ്പിക്കുന്നതുമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു സംഭവം. ജോസഫിൻ്റെ സഹോദരന്മാർ നമുക്കറിയാം. പൂർവ്വ യോസേപ്പ് തൻ്റെ സഹോദരന്മാരുടെ അടുത്ത് അവരോടൊത്തായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കാതെ വന്നപ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയയായി. അങ്ങനെ സഹോദരന്മാർ അവനോട് കോപിക്കുകയും ആക്രോശിക്കുകയും ഉപദ്രവിക്കുകയും മിണ്ടാതിരിക്കുകയും വെറുക്കുകയും ചെയ്യുകയാണ്. ഈ വെറുപ്പും വിദ്വേഷവും എപ്രകാരമാണ് തുടർന്നുള്ള ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ സ്നേഹത്തോടെ തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് കടന്നു വന്ന് ജോസഫിനെ അവർ ക്രൂരമായി പീഡിപ്പിച്ച് അവനെ ഈജിപ്തിലുള്ള വ്യാപാരികൾക്ക് വരെയും വിൽക്കുവാൻ തക്കവിധം ഹൃദയം കഠിനമായി തീരുകയാണ്. അസൂയ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. എന്തു ക്രൂരതയും ചെയ്യുവാൻ ആ മനുഷ്യന് അതിൽ നിന്ന് ഒരു ദുഷ്പ്രേരണ ലഭിക്കുകയാണ്. അസൂയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ വ്യാപാരികൾക്ക് അവനെ വിൽക്കുകയും അവർ അവനെ വാങ്ങി അടിമയാക്കി മാറ്റുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് സഹോദരന്മാരുടെ അസൂയ ഒരു സഹോദരനെ ഇല്ലാതാക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരെയും എത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത്, അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കുന്ന ഒരു തിന്മയാണ് എന്ന്. അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കുന്ന ഒരു തിന്മയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അസൂയയുടെ മനോഭാവം ഉണ്ടെങ്കിൽ അത് എല്ലാം നശിപ്പിച്ച് കളയുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു.
സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 34-ാം തിരുവചനം. അസൂയ പരദൂഷണം ഒരു വ്യക്തിയെ കോപാകുലനാക്കി തീർക്കുന്നു. അസൂയ ഒരു മനുഷ്യനെ കോപാകുലനാക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി, ഒരു പുരുഷനെ അസൂയ എന്ന് പറയുന്ന ഒരു തിന്മ അത് കോപാകുലനാക്കുന്നുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നത്. അസൂയ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ കോപമാണ് എല്ലാ കാര്യത്തിലും. എന്ത് ചെയ്താലും, നന്മയാണെങ്കിലും നല്ലത് പറഞ്ഞാലും നല്ലത് ചെയ്താലും അത് കോപത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പുരുഷനെ കോപാകുലനാക്കുന്ന ഒരു തിന്മയാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ കോപിക്കാൻ തന്നെ കാരണമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നിൽ അസൂയ എന്ന തിന്മയുണ്ടോ? അസൂയ എന്ന തിന്മയുണ്ടെങ്കിൽ നാം കോപിക്കും. അതാണല്ലോ തിരുവചനം പറയുന്നത്, അസൂയ പുരുഷനെ കോപാകുലനാക്കി മാറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ കോപാകുലനായി കഴിഞ്ഞാൽ ആ കോപത്തിൽ നിന്ന് വരുന്ന അതിൻ്റേതായ ഒരു സ്വഭാവമായിരിക്കും ഒരു വ്യക്തി വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കെടുത്തിക്കളയുന്ന ഒരു നിഷേധാത്മകമായ വികാരമാണ് ഈ അസൂയ. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതും. അതുപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 26-ാം തിരുവചനം, നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ എന്ന്. പരസ്പരം അസൂയപ്പെടുന്നവരാകരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുക. നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകണം. അസൂയ ഉള്ളവരായിരിക്കരുത്, വ്യർത്ഥാഭിമാനികളായിരിക്കരുത്. പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കണം, അസൂയപ്പെടുന്നവരായിരിക്കരുത്. ഇതൊക്കെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ, പ്രവർത്തന മേഖലകളിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ, നമ്മെ വിശുദ്ധീകരിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ അഭിഷേകവും ആത്മീയമായിട്ടുള്ള ഉണർവും നമ്മിൽ ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അസൂയ എന്ന തിന്മ ഒരിക്കലും നമ്മെ, നമ്മുടെ ജീവിതത്തെയും ഏറ്റെടുക്കുകയോ ഭരണം നടത്തുകയോ ചെയ്യാതിരിക്കട്ടെ. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയിൽ വളർന്ന് ദൈവസ്നേഹത്തിൽ വ്യാപരിക്കുവാൻ ദൈവം നമ്മെയും നമ്മുടെ ജീവിത മേഖലകളെയും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗം എല്ലാ വൈദികരെയും സന്യാസ സമർപ്പിതരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ത്യാഗത്തിൽ, കൃപയിൽ, അനുഗ്രഹത്തിൽ കർത്താവെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളും വേദനകളും അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ അവരിലെല്ലാം നിറഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിൽ നിന്നും ദൈവകൃപയെ അകറ്റിക്കളയുന്ന അസൂയ എന്ന ദുർഗുണത്തെ എടുത്തു മാറ്റി സ്നേഹത്തിലും എളിമയിലും നിറയുവാൻ, ജീവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഓർത്തൊന്ന് സമർപ്പിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ചാനലിനെ സമർപ്പിക്കാം. മരിയം കൂടാരങ്ങളിലായിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരോട് ചേർന്ന് ഇന്നേ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. ഒരു ജപമാലയോ കരുണജപമാലയോ ഒക്കെ ചൊല്ലി അവരോട് ചേർന്ന് ഒരു പ്രാർത്ഥനയുടെ ഐക്യത്തിലേക്ക് കടന്നു വരുവാനായി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഒരുക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം.
പ്രത്യേകിച്ച് എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിക്കാം. ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധൻ്റെ പ്രത്യേക പ്രാർത്ഥനാ സഹായം യാചിക്കാം. ആ പുണ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവിധം സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരുടെ സംരക്ഷണവും മധ്യസ്ഥവും യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം, തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ പകുത്തുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ. തുറന്നു വയ്ക്കും എൻ്റെ ഹൃദയമിതും, അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല.
ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെന്നാത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ. ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. തിരുസഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യാസ സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.